എടാ സത്യ ഇക്കളി ജയിപ്പിച്ചിട്ട് ഈ പൊക്കോ, ബാക്കി ഇവിടെ പിള്ളേര് നോക്കൂ. ഉരുളേട്ടാ സത്യം ഇന്ന് ചായ കുടിയുള്ള, അതിനോട് രാത്രി കളിക്ക് ഓനെ കിട്ടൂലേ? അപ്പൊ ഇന്നും ചായ കൂടി ഉണ്ടോ? നിങ്ങൾക്ക് എത്ര വയസ്സായി? 46. ചായ കുടിക്കണം വേണം ഒരു യോഗം. ഇന്നേടാ ഇന്ന് പാലേരി ഒരു വീട്ടൊക്കെ വരികയാണ്. വീട്ടുകാരിയൊക്കെ ചായ ഉണ്ടാക്കാൻ അറിയോ? ഇതുണ്ടാക്കിയാലും ചാൻസ് ഇല്ല മോനെ. ഈ കളി തോറ്റാ പിന്നെ നാട്ടു നിർത്തൂലട്ടാ പഹയന്മാര്. ആ സത്തിനെ വെട്ടിച്ച് ഗോളടിക്കാനാ പാട്. ഓൻ ഗ്രൗണ്ടിലുണ്ടെങ്കിലേ ഗോളടിക്കാൻ പ്രയാസ. നന്മണ്ടയിൽ എജാതി കളിയാ കളിച്ചത്. അമ്മാര് ബെറുപ്പിക്കലാണെച്ചാ കുണ്ടന്മാര് മേത്ത് കൈവെക്കൂട്ടോ. ഏതാണ്ട് ഈ പുല്ലുപിടി ഓന്റെ കാര്യം ഞാനിട്ട് അവന്ന് വീട്ടിലെത്തൂല, മണ്ണ് വെപ്പിക്കും. സൂക്ഷിക്കണം. സത്യൻ ഓനാണ് ഫൗള് കാണിച്ചെങ്കിലും അനക്ക് ചെറുപ്പാട്ടിട്ട് നന്നായി. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എത്താൻ പറ്റും. കാലത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞതാ. ജോലി പോലീസിലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കളീൻ്റെ പരിപാടിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടാ. മോളെ അനി, അവര് വന്നു. വേഗം സാരി കൊടുത്തു വാ. ഓ വന്നോ? ഈ നുക്കർ നേരും കാലുമില്ലേ? ഇങ്ങനെ തോന്നുന്ന സമയത്താണോ കയറി വരിക? അനി നല്ല ചെത്ത് ചെക്കൻ. അയ്യേ, ഇയാളോ? സത്യം പറ, നിനക്കുള്ള നേരത്തെ അറിയോ? എവിടെങ്കിലും വെച്ച് വായി നോക്കിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. കളിക്കാൻ പോയിട്ട് കയ്യും കാലും ഒടിഞ്ഞെന്നും പറഞ്ഞിടയ്ക്ക് പത്രത്തിലെ ഫോട്ടോ വരുന്ന ആളല്ലേ? പിന്നെ ആള് പോലീസിലാന്ന് അച്ഛൻ പറഞ്ഞേ. പോലീസ് സ്റ്റേഷനിലായിരിക്കും. അയ്യോ എനിക്ക് വയ്യ. നീ ഇപ്പോൾ ചായം പിടിച്ച് അവിടെ പോയി നിൽക്കണം. താ അങ്ങോട്ടും. ഇയാളൊരു പന്ത് കളി. അല്ല, പോലീസിൽ എന്തോ ആണെന്ന് പറഞ്ഞിരുന്നു, അത് തന്നെയല്ലേ? അതെ, പോലീസിലെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ അത്ര ക്യാപ്റ്റൻ. ഇതൊരു കഷ്ടം, എൻ്റെ ദൈവമേ. അങ്ങനെ പേളി ചായ കുടിക്കണ്ട. അപ്പോൾ പന്തുകളി തന്നെയാണ് മുഖ്യം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫുട്ബോൾ ഫാനാണ്, പക്ഷെ എൻ്റെ മകൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അപ്പനോക്കെ എനിക്ക് പോലീസുകാർ തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ ഫുട്ബോൾ കളിക്കാർ, എനിക്കിവരെ കണ്ണിനേറെ കണ്ടുകൂടാ. ചായല്ലേ കൊടുക്കണ്ടേ? പാലില്ല. ഭയങ്കരയാണല്ലടാ. അനക്ക് നാരങ്ങാളോ ജിലേബിയാണ് ഇഷ്ടമെന്നുള്ള അറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി. ഇന്ന് എത്ര ഗോൾ തടുത്തു ഡിഫൻഡർ? പെണ്ണ് കാണാൻ പോയിനി. ആടെന്ന് തിരിച്ചു വരുമ്പോൾ ചെറുങ്ങനെ ആടെ. അനക്ക് നാണല്ലല്ലോടാ. ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടും പിള്ളേരെ പല സെവൻസും കളിച്ച് നടക്കുന്നു. ആലോയനോ അവർക്ക് ഇഷ്ടായിന്, പക്ഷെ ആ പെൺകുട്ടിക്ക് ഇഷ്ടായില്ല.
ഏട്ടാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ജോലിക്ക് പോകാതെ എപ്പോഴും പന്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് ആരോ പാര പണിതതാ. അതിന്റെ ബാക്കി അച്ഛന്റെ വായിന്ന് കേട്ടത്. എടെ കളി കിടന്നാലും ഞാൻ ആടേണ്ട. എൻ്റെ മനസ്സിൽ കളി മാത്രമേ ഉള്ളൂ. ഈ പോലീസ് പണിയൊക്കെ ഭയങ്കര ബോറാന്നടി. പതുക്കെ അച്ഛൻ കേൾക്കും. അതെ, ഏട്ടന് പെണ്ണ് ഇഷ്ടായോ? നന്നായിനി, ജിലേബി നന്നായിനി. നീ അത് കണ്ടിനാ? ഓരോ കയ്യിലിരിക്കുന്ന ആ വേൾഡ് കപ്പ് ഇല്ലേ, അതൊരു ദിവസം ഞാൻ ഈ എറയത്തോണ്ട് വെക്കും. വേൾഡ് കപ്പ് ഒന്നും വേണ്ട, ആ സന്തോഷ് ട്രോഫി ഇല്ലേ അതൊന്ന് കിട്ടിക്കണ്ടാ മതി. എന്തൊരു ചൊറയുന്നപ്പാ. ബോളേടെ തുന്നിക്കഴിഞ്ഞാ? നീ നേരെ വെളുക്കുമ്പോ എത്തിയാ? മാമല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? തരാടാ, നീ അകത്തിയെന്ന് കുറച്ച് ബെള്ളിങ് എടുത്തിട്ട് വാ. സത്യായിട്ടും പോവാണോ? ആടാ കഴിഞ്ഞല്ലേ അത്? ഇപ്പൊ തീരുവാടാ. നിങ്ങൾ എന്നെ കിട്ടേണ്ട പീഡിയൻ്റെ അടന്ന് വിട്. എടാ, ഇന്ന് തലശ്ശേരിക്കാരെ കളിയുണ്ട്. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കലേക്ക് പോകണം. ഇതെപ്പോ നോക്കിയാൽ ഈ ബൂട്ടും തിന്നിക്കൊണ്ടിരിക്കും. മോളെ, നീ എൻ്റെ പടി നോക്ക്, ഈടെ മജിസ്ട്രേറ്റ് ആവണ്ട കേട്ടോ. സത്യ, ഈ മോര് കുടിച്ചിട്ട് പോകും. എനിക്ക് മോരുമുള്ള ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓന് നാരങ്ങ വെള്ളം ഇഷ്ടമെന്ന് നിനക്കറിയില്ലേ? എനക്കറിയില്ലെങ്കിൽ എന്താ, അറിയേണ്ടവർക്ക് അറിയാലോ. ഇന്നലത്തെ കളി ഭയങ്കര കളി നില കിട്ടട്ടാ. എന്ത് കളി? എതിർ ടീമിലെ കളിക്കാരൻ്റെ കാലി ഔട്ടി ഓടിക്കണ കളിയാ ഫുട്ബോള്. ഒരുമാതിരി ഓലക്കമ്മലത്തെ കളിയായിരുന്നു ഇന്നലെ. അത് ശരി, അപ്പൊ ഓനെ ചെയ്യാൻ പറ്റുമോ? നമ്മളെ കുട്ടികളെ കാലി ഔട്ടി ഓടിച്ച് നമ്മൾ തിരിച്ചടിക്കൂലേ? ആരാന്നപ്പാ കാലൊക്കെ ചവിട്ടി ഓടിച്ച? എന്റെ കാര്യം തന്നെ, ഇന്നലെ നീലീശ്വരൻകാരൻ ചവിട്ടിയ കാര്യമാണ് പറയുന്നത്. അതെ, ഓനാ ചവിട്ടിയ സമയം ഓർമ്മയുള്ളൂ, പിന്നെ കണ്ണു തുറക്കുന്നത് ഇന്ന് രാവിലെ. എന്നാലും ഓൻ്റെ ചവിട്ടത്തിരി കടുപ്പായിരുന്നപ്പാ. ഫുട്ബോൾ പന്ത് കൊണ്ട് തന്നെ കളിക്കണം. കയ്യാങ്കളി ഈ കളീൻ്റെ ചൊറുക്കിന് ചേരൂല. അതിനി ആര് കളിച്ചാലും. നാ, 4 ചായൻ്റെ കാശ്. ഇതെന്താന്നപ്പാ പെട്ടെന്ന് ഇങ്ങനെ? സാറേ, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞേ.